അപ്പോൾ യൂണിവേരിയറ്റ് അനാലിസിസ് എന്ന ചാപ്റ്റർ 3 ചില കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് അരിത്മാറ്റിക് മീന്, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമണിക് മീൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആവറേജസ് നമ്മൾ പറഞ്ഞു. ഇനി പറയാനുള്ളത് പാർട്ടീഷൻ വാല്യൂസ് എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഏരിയ അണ്ടർ എ ഫ്രീക്വൻസി കർവ് ഈസ് ഈക്വൽ ടു ദി ടോട്ടൽ ഫ്രീക്വൻസി. We have already noted that the total area under a frequency curve is equal to the total frequency. അപ്പോൾ നമുക്കൊരു ടേബിൾ തന്നാൽ ടോട്ടൽ ഫ്രീക്വൻസി തരുമല്ലോ. അപ്പോൾ ആ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി കർവിൽ വരുന്ന ടോട്ടൽ ഏരിയ ആണ്. ഓക്കെ, we can divide the distribution or area under a curve into a number of equal parts choosing some points like median. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഏരിയ അണ്ടർ എ കർവ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ പാർട്സ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി കർവ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി കർവിൽ വരുന്ന ഏരിയയാണ് ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവിൻ്റെ ഏരിയനെ നമുക്ക് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ മീഡിയനായിട്ട് നമ്മൾ ഒരു വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി കർവിൽ നമ്മൾ ആ ഒരു ഏരിയയിൽ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പോർഷൻ കിട്ടില്ലേ. അപ്പോൾ 2 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഫ്രീക്വൻസി കർവിൻ്റെ ഏരിയയെ നമ്മൾ ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസിയെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള പോയിൻറ്റ്സിനെ അല്ലെങ്കിൽ ഈക്വൽ പാർട്സിനൊക്കെ പറയുന്ന പേരാണെന്ത്, പാർട്ടീഷൻ വാല്യൂ ഓർ ക്വാർട്ടൈൽസ്. Okay, the important partition values are quartiles, deciles and percentiles. അപ്പോൾ പാർട്ടീഷൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടീഷൻ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ഫ്രീക്വൻസി കർവിൻ്റെ ഏരിയയെ അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവിൻ്റെ ഏരിയയെ അല്ലെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസിയെ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അത്തരത്തിലുള്ള പോയിൻറ്റ്സിനെ പറയുന്ന പേരാണെന്ത്, പാർട്ടീഷൻ വാല്യൂസ് ഓർ ക്വാർട്ടൈൽസ് എന്ന്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാർട്ടീഷൻ വാല്യൂസ് ക്വാർട്ടൈൽസ്, ഡീസെയിൽസ്, പെർസെൻറ്റൈൽസ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയണത് ഈ പാർട്ടീഷൻ വാല്യൂസിൽ വരുന്ന ഫസ്റ്റ് വൺ ക്വാർട്ടൈൽസ്. ഓക്കെ, quartiles are partition values which divide the distribution or area under frequency curve into 4 equal parts at 3 points, namely Q1, Q2 and Q3. ഇപ്പോൾ ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ വാല്യൂ ആണല്ലേ. അവിടെ ഫ്രീക്വൻസി കർവിൽ വരുന്ന ഏരിയയെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 3 പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. ഏതൊക്കെയാണ്? Q1, Q2 ആൻഡ് Q3. ഓക്കെ, അപ്പോൾ ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടീഷൻ വാല്യൂ ആണ്. നമ്മുടെ ഫ്രീക്വൻസി കർവിൻ്റെ ഏരിയയെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നു, 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് 3 പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്, Q1, Q2 ആൻഡ് Q3. ദെൻ Q1 ഈസ് കോൾഡ് ഫസ്റ്റ് ക്വാർട്ടൈൽ ഓർ ലോവർ ക്വാർട്ടൈൽ. ഇപ്പോൾ Q1 പറയുന്ന പേരെന്താണ്, ഫസ്റ്റ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ ലോവർ ക്വാർട്ടൈൽ. Q2 ഈസ് കോൾഡ് സെക്കൻഡ് ക്വാർട്ടൈൽ ഓർ മിഡിൽ ക്വാർട്ടൈൽ ഓർ മീഡിയൻ. Q2 എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ മിഡിൽ ക്വാർട്ടൈൽ ഓർ മീഡിയൻ. ആൻഡ് Q3 ഈസ് കോൾഡ് തേർഡ് ക്വാർട്ടൈൽ ഓർ അപ്പർ ക്വാർട്ടൈൽ. അപ്പോൾ Q1, Q2, Q3 എന്ന് പറയുന്ന പോയിൻറ്റ്സ് ഉണ്ട്. Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ ലോവർ ക്വാർട്ടൈലാണ്. Q2 എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാർട്ടൈൽ അല്ലെങ്കിൽ മീഡിയൻ ആണ്, മിഡിൽ ക്വാർട്ടൈലാണ്. Q3 എന്ന് പറയുന്നത് തേർഡ് ക്വാർട്ടൈൽ ഓർ അപ്പർ ക്വാർട്ടൈൽ. In other words, Q1 is the value of the variable such that the number of observations lying below it is n/4 and above it is 3n/4. അപ്പോൾ നമ്മൾ Q1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ Q1ന് താഴെ വരുന്ന വാല്യൂസ് എത്ര ഉണ്ടാവും, താഴെ വരുന്ന ഒബ്സർവേഷൻസ് എന്നാൽ n/4 ആയിരിക്കും. അതേപോലെ Q1ന് മുകളിൽ വരുന്നത് എബവ് വരുന്നത് 3n/4 ആയിരിക്കും. ഓക്കെ, Q2 is the value of the variable such that the number of observations on either side of it is equal to n/2 അല്ലേ. അപ്പോൾ നമ്മൾ Q2 എന്ന് പറഞ്ഞത് മീഡിയൻ ആണെന്ന് പറഞ്ഞു. മീഡിയൻ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ 2 ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് n/2 കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. Q1 ആയപ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്താണ്, ലൈങ് ബിലോ ഈസ് n/4 ആൻഡ് എബവ് ഇറ്റ് ഈസ് 3n/4.
And Q3 is the value of the variable such that the number of observations lying below Q3 is 3n/4 and above Q3 is n/4. ഇനി Q3ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ലൈങ് ബിലോ Q3 എന്ന് പറയുന്നത് 3n/4 ആയിരിക്കും. Q3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിൻ്റെ എബോവ് വരുന്നത് n/4 ആയിരിക്കും. ഒന്നുമില്ല, നമ്മൾ കാല്, അര, മുക്കാൽ എന്ന് പറയുന്ന സംഭവം അല്ലേ. അതിൽ കാല് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4, മറ്റേത് 2/4, ദെൻ 3/4 ആകുമ്പോൾ മുക്കാൽ വരും. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് വരുന്നത് n/4 അല്ലേ, അതായത് 1/4. അത് Q1ൻ്റെ കേസിൽ 1/4, ദെൻ അതിൻ്റെ മുകളിൽ അപ്പുറത്തേക്ക് വരുന്നത് എത്ര ഉണ്ടാവും? 3n/4, അതായത് 3/4 അല്ലേ. പിന്നെ വരുന്നത് Q2, അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് n/2. 2/4 നമ്മൾ ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2, അതാണ് n/2 എന്ന് പറയുന്നത്. രണ്ട് ഭാഗത്തും സെയിം ആയിരിക്കും ഒബ്സർവേഷൻസ്. ഇനി തേർഡ് വരുന്നത് Q3 ആകുമ്പോൾ മുക്കാലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ താഴേക്കായിരിക്കും ഒരുപാട് വാല്യൂസ് ഉണ്ടാവുക അല്ലെ, മുകളിൽ കാൽ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഉദ്ദേശിക്കുന്നത്. 3n/4 എന്താണ്? ലൈൻ ബിലോ ആയിരിക്കും. എബോവ് Q3 ഈസ് n/4. ഓക്കെ. അപ്പോൾ ക്വാർട്ടൈൽസ് എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ വാല്യൂ ആണ്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷനെ അല്ലെങ്കിൽ ഏരിയ അണ്ടർ ഫ്രീക്വൻസി കർവിനെ 4 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 3 പോയിൻറ്റ്സ്, നെയിംലി Q1, Q2 ആൻഡ് Q3. ഇത് കാല്, അര, മുക്കാൽ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇനി ഫ്രീക്വൻസി കർവിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് കാണിച്ചു തരാം, എങ്ങനെയാണ് n/4 ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി കർവ് എന്ന് കരുതുക. അപ്പോൾ ഈ ഫ്രീക്വൻസി കർവിൻ്റെ അടിയിൽ വരുന്ന ഏരിയ ആണെന്ന് നമ്മൾ പറയണത് ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയണത്. ഈ ഏരിയയെ ഈക്വൽ പാർട്സ് ആക്കിയിട്ട്, അതായത് 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ക്വാർട്ടൈൽസ് എന്ന് പറയണത്. അത് 3 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു അല്ലേ, Q1, Q2, Q3. അപ്പോൾ ഇവിടെ 3 വരെയാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് 4 ഈക്വൽ പാർട്സ് കിട്ടും. അതിൽ ഫസ്റ്റ് ഒന്ന് n/4 ആണ്, ഇതും n/4 ആണ്, ഇതൊക്കെ n/4 ആണ്. അപ്പോൾ ഇനി Q1ൻ്റെ കേസ് എടുക്കുക കേട്ടോ. Q1ൻ്റെ കേസ് ആകുമ്പോൾ ഇവിടെ അല്ലേ നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ n/4 എന്ന് പറഞ്ഞാൽ അത്രയും ഒബ്സർവേഷൻസ് Q1ന് താഴെയാണ്. പിന്നെ 3 n/4 ഉണ്ട് മുകളിൽ, Q1ന് മുകളിൽ 3 n/4 ഉണ്ട്. അപ്പോൾ 3n/4 എന്ന് പറയുന്നത് ഈ Q1ന് മുകളിൽ. ഇനി Q2ൻ്റെ കേസിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ Q2ൻ്റെ കേസിൽ താഴെ വരുന്നത് 2 n/4, മുകളിൽ വരുന്നതും 2 n/4. അപ്പോൾ ഈക്വൽ ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇനി Q3യുടെ കേസിൽ താഴെ വരുന്നത് 3 n/4, പിന്നെ ഒറ്റൊന്ന് മാത്രം മുകളിൽ വരുന്നു. അപ്പോൾ അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലൊരു കൺഫ്യൂഷനൊന്നും വേണ്ട. ഫ്രീക്വൻസി ഏരിയയെ 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. 4 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 വര വരക്കണം. ഈ 3 വര എന്ന് പറഞ്ഞാൽ 3 പോയിൻറ്റ്സ് ആക്കിയിട്ട് എടുക്കുക. അതിനെ Q1, Q2, Q3 എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ പാർട്ടീഷൻ വാല്യൂവിൽ നെക്സ്റ്റ് വരുന്ന 2 ഉണ്ട്, deciles-ഉം percentiles-ഉം. ഇപ്പോൾ deciles എന്ന് പറഞ്ഞാൽ deciles ആർ പാർട്ടീഷൻ വാല്യൂസ് വിച്ച് ഡിവൈഡ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഏരിയ അണ്ടർ എ ഫ്രീക്വൻസി കർവ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ് അറ്റ് 9 പോയിൻറ്റ്സ്, നെയിംലി D1, D2 അപ് ടു D9. അപ്പോൾ deciles എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ടീഷൻ വാല്യൂ തന്നെയാണ് അല്ലേ. അതായത് ഡിസ്ട്രിബ്യൂഷനെ അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവിൽ വരുന്ന ഫ്രീക്വൻസി കർവിൻ്റെ ഏരിയയെ 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എത്ര പോയിൻറ്റ്സാണ് ഉള്ളത്? 9 പോയിൻറ്റ്സ്. അതായത് 9 വരെ വരച്ചാൽ നമുക്ക് 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഫ്രീക്വൻസി കർവിൻ്റെ ഏരിയയെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ. ഈ 9 പോയിൻറ്റ്സിനെ സൂചിപ്പിക്കുന്നത് D1, D2 അതേപോലെ അപ് ടു D9 എന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി പെർസെൻറ്റേൽസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 100 അല്ലേ. പെർസെൻറ്റേൽസ് ആർ പാർട്ടീഷൻ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ടു 100 ഈക്വൽ പാർട്സ് അറ്റ് 99 പോയിൻറ്റ്സ്, നെയിംലി P1, P2, P3 അപ് ടു P99. ഓക്കെ. അപ്പോൾ പെർസെൻറ്റേൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫ്രീക്വൻസി ഏരിയയെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനെ എത്ര ഈക്വൽ പാർട്സ് ആക്കണം? 100 ഈക്വൽ പാർട്സ് ആക്കണം. അപ്പോൾ അവിടെ നമുക്ക് 99 പോയിൻറ്റ്സ് ആണ് കിട്ടുന്നത്. അതിനെ P1, P2, P3 അപ് ടു P99 എന്നതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. Percentile is a very useful measure in education and psychology. Percentile ranks or scores can also be calculated. Kelly's measure of skewness is based on percentiles. Okay. Percentile എന്ന് പറഞ്ഞാൽ ഒരു യൂസ്ഫുൾ മെഷർ ആണെന്ന് പറഞ്ഞു. Percentiles, ranks or scores can also be calculated. Kelly's index നമ്പറിൽ ഉപയോഗിക്കുന്നത് measure of skewness is based on
പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഡീസെയിൽസും പെർസെൻറ്റേജസും ക്വാർട്ടൈൽസും എന്താണെന്നുള്ളത് കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് ക്വാർട്ടൈൽസ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ 3 പോയിൻറ്റ്സ് കിട്ടി. അപ്പോൾ ഇതിനെ ഇനി 100 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതാണ്? പെർസെൻറ്റേജസ് ആണ്. അവിടെ നമുക്ക് ഇങ്ങനെ 99 വരെ വരയ്ക്കേണ്ടി വരും. ഇനി ഡീസെൽസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രീക്വൻസി ഏരിയയെ 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഡീസെൽസ് എന്ന് പറയുക. അപ്പോൾ അവിടെ നമ്മൾ എത്ര എണ്ണം വരക്കണം? 9 എണ്ണം, അതായത് 9 പോയിൻറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് ക്വാർട്ടൈൽസ് ആണ് കേട്ടോ. എന്താണ് ക്വാർട്ടൈൽസ്, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതിനുള്ള ഇക്വേഷൻസ്, ഫോർമുലാസൊക്കെയാണ് പറയണത്. The method of locating quartiles is similar to that method used for finding median. അപ്പോൾ ക്വാർട്ടൈൽസ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് മീഡിയൻ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല തന്നെയാണ്. ഓക്കെ, so here Q1 is the value of the item at n+1/4th position and Q3 is the value of the item at 3 into n+1/4th position when actual values are known. ഓക്കെ, അപ്പോൾ നമ്മൾ മീഡിയനിൽ പറഞ്ഞിരുന്നു n+1/2 എന്ന നമുക്ക് കിട്ടുന്നത് മീഡിയൻ ആണല്ലേ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ +1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ഏത് പൊസിഷനിൽ നിൽക്കുന്ന വാല്യൂ ആണ് നമുക്ക് മീഡിയനായിട്ട് കിട്ടുക എന്നുള്ളത് നമുക്കറിയാം. അതായത് n+1/2 എന്ന് പറഞ്ഞാൽ പൊസിഷനാണ് കേട്ടോ, മീഡിയൻ്റെ പൊസിഷൻ. അപ്പോൾ ഇവിടെ n+1/2 ആണ് മീഡിയൻ, അതായത് Q2. n+1/4 ആകുമ്പോൾ എന്താണ്? Q1, അതായത് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, n+1/4th പൊസിഷനിൽ വരുന്നത് Q1 ആണ്. അപ്പോൾ Q3 ഏത് പൊസിഷൻ? Q3യുടെ പൊസിഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ 3 into n+1/4. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് Q1, Q2, Q3 കാണാം. ഇനി നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസും അറിയണ്ടേ. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഡാറ്റയിൽ ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്, മീഡിയൻ്റെ. അപ്പോൾ അവിടെ വരുന്നത് Q1 വരുന്നത് L1 + n/4 - m ഡിവൈഡഡ് ബൈ f into c. അപ്പോൾ നമ്മൾ മീഡിയൻ്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്ന ഇക്വേഷനായിരുന്നു മീഡിയൻ L1 + n/2 - cf ബൈ f into c അല്ലേ. ഈ ഒരു രീതിയിൽ നമ്മളിവിടെ CF ആണ് പറഞ്ഞതെങ്കിൽ ഇത് പോറ്റിയുടെ ബുക്കാട്ടോ, അവിടെ CF ആണ് പറയണത്. KX ജോസഫ് സാറിൻ്റെ പുസ്തകത്തിൽ വരുന്നത് M ആണ്. രണ്ടായാലും സെയിം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് വരുന്നത് അത് പഠിച്ചു വെക്കാം. ഒന്നുമില്ല, L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് Q1 ക്ലാസ്, ലോവർ ലിമിറ്റ് ഓഫ് Q1 ക്ലാസ്. ഓക്കെ, Q1 ക്ലാസ് ദ ക്ലാസ് ഇൻ വിച്ച് n/4th items fall. അപ്പോൾ നമ്മൾ മീഡിയൻ ക്ലാസ് ആദ്യം, നമ്മൾ മീഡിയൻ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു മീഡിയൻ ക്ലാസ് നമ്മൾ ആദ്യം കാണണം. മീഡിയൻ ക്ലാസ് നമ്മൾ ആദ്യം കാണുകയെന്ന് പറഞ്ഞാൽ n+1/2 വെച്ചിട്ട് ചെയ്യും. എന്നിട്ട് അതിൽ വരുന്ന വാല്യൂ ഏതാ നോക്കൂല്ലേ, ആ വാല്യൂ ഏത് ക്ലാസ്സിലാണോ നിൽക്കുന്നത് അതിനെ നമ്മൾ മീഡിയൻ ക്ലാസ് ആക്കിയിട്ടെടുക്കും. ഇവിടെ എങ്ങനെയാണ്? Q1 ക്ലാസ് എന്ന് പറയുന്നത് ക്ലാസ് ഇൻ വിച്ച് n/4th items falls. ഓക്കെ, ഇനി M എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു Q1 ക്ലാസ്. എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു Q1 ക്ലാസ്? Q1 ക്ലാസ് വരെ അതിന് തൊട്ട് മുന്നിലായിട്ട് വരുന്ന CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ദെൻ C ക്ലാസ് ഇൻ്റർവൽ, F ഫ്രീക്വൻസി ഓഫ് Q1 ക്ലാസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് Q3. അപ്പോൾ Q3 is equal to L3 + 3n/4 - m ഡിവൈഡ് ബൈ f into c. ഇവിടെ L3 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് Q3 ക്ലാസ്. ദെൻ Q3 ക്ലാസ് എന്തായിരിക്കും? ദ ക്ലാസ് ഇൻ വിച്ച് 3n/4th items falls. ദെൻ m cumulative frequency up to Q3 class, C is class interval, F frequency of Q3 class. അപ്പോൾ ഇതാണ് Q1ഉം Q3 കാണാനുള്ള ഇക്വേഷൻ. നമ്മൾ Q2 കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മീഡിയൻ്റെ കേസിൽ എന്തായിരുന്നു? L2 + n/2 - m/f into c. ഓക്കെ, എന്താ എനിക്ക് വരിക? L2 + n/2 - m/f into c. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, മീഡിയൻ്റെ ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക്
Q1ൻ്റെയും Q3യുടെയും ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ Q1ൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. Q1 = L1 + n/4 - m/f × c. കൺഫ്യൂഷൻ വരുന്നത് n/4 ആണ് അല്ലേ, അതായത് 1/4 ആണ് നമ്മൾ Q1 കാലെന്ന് പറഞ്ഞാൽ, അപ്പോൾ n/4 കൊടുക്കുക. ഇനി Q2 ആകുമ്പോൾ, അതായത് മീഡിയൻ ആകുമ്പോൾ L2 + n/2 - m/f × c വരും. ഇനി Q3 ആകുമ്പോൾ L3 + 3n/4 - m/f × c വരും. 3n/4, അതായത് 3/4 എന്ന് പറഞ്ഞാൽ മുക്കാലല്ലേ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷന് അവിടെ ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ 3 ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജനറലി നമ്മുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുലയെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഏത് രീതിയിലാണ്? QI = Li + in/4 - m/f × c, where I = 1, 2, 3. അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻ, അതായത് Q1, Q2, Q3 എന്നുള്ള ഇക്വേഷനെ നമുക്ക് ജനറൽ ഫോർമാറ്റിൽ അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ QI എന്നുള്ളത് ഐക്ക് പകരം 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത് QI = Li + in/4 - m/f × c. ഇവിടെ Q3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ വരുന്നത് Q3 = L3 + 3n/4 - m/f × c. ഓക്കെ, അപ്പോൾ ഐക്ക് പകരം എന്ത് ചെയ്യണം? ഐക്ക് പകരം നിങ്ങൾക്ക് ഏതാണോ ക്വാർട്ടൈൽ കാണാനുള്ളത് അതിൻ്റെ നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ മീഡിയൻ്റെ കേസിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത് കേട്ടോ. മീഡിയൻ്റെ കേസിലാവുമ്പോൾ L2 + 2n/4, അതായത് 2n/4 ആകുമ്പോൾ 2നെ 4നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലേ, അപ്പോൾ 1/2 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. അല്ലെങ്കിൽ L2 + 2n/4 - m/f × c, ഏതായാലും പ്രശ്നമില്ല. എന്താണെന്ന് മനസ്സിലായോ? അതായത് L2 + 2n/4 - m/f × c. ഓക്കെ, ഈ 2നെ 4നെ നമുക്ക് ക്യാൻസലാക്കാൻ പറ്റും. അപ്പോൾ ഇത് 1 ആയിട്ടും ഇത് 2 ആയിട്ടും പോകും. അപ്പോൾ n/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ in എന്നുള്ളിടത്ത് ഐക്ക് പകരം 2n/4 ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ n/2 എന്നാണ് മീഡിയൻ വരിക. അപ്പോൾ അതിലൊരു കൺഫ്യൂഷനൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ ഈ ഇക്വേഷന് പഠിച്ചു വെക്കുക, മീഡിയൻ്റെ ഇക്വേഷന് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ഓർത്ത് വെക്കാൻ പറ്റും. ഓക്കെ, ദെൻ in a similar fashion deciles and percentiles can be calculated as. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡീസെൽസിൻ്റെയും പെർസെൻറ്റെയിൽസിൻ്റെയും ഇക്വേഷന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ. എവിടെ മാത്രമാണ് വ്യത്യാസമുള്ളത് എന്ന് നോക്കാം. DI = Li + in/10 - m/f × c, where I = 1, 2, 3 ഏതുവരെ ഉണ്ടാവും? 9 വരെ. ഓക്കെ, അപ്പോൾ ഇവിടെ 10, മറ്റൊരിടത്തൊക്കെ നമ്മൾ 4 ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ എന്താവും? ഡീസെൽസിൻ്റെ കേസിൽ ഇവിടെ 10 ആയിരിക്കും. ഇക്വേഷൻ അതേപോലെ തന്നെയാണ്. ഇനി പേഴ്സൻറ്റെയിൽസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ PI = Li + in/100 - m/f × c, where I = 1, 2, 3 up to 99. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് നിങ്ങൾ അല്ലെങ്കിൽ ഫോർമുലാസ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഒന്ന് പഠിച്ചാൽ തന്നെ എല്ലാം എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഗ്രാഫിക്കൽ ഡിറ്റർമിനേഷൻ ഓഫ് ക്വാർട്ടൈൽസ്. ക്വാർട്ടൈൽസിനെ എങ്ങനെയാണ് ഗ്രാഫിക്കലി ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. മീഡിയൻ നമ്മൾ ഗ്രാഫിക്കലി ഡിറ്റർമിൻ ചെയ്തിരുന്നത് ഒജീവ്സ് ഉപയോഗിച്ചിട്ടായിരുന്നു അല്ലേ. അപ്പോൾ ലെസ് ഒജീവും ഗ്രേറ്റർ ഒജീവും വരച്ചിട്ട് അത് കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്ന് എക്സ് ആക്സിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ രേഖ വരക്കും. എന്നിട്ട് എക്സ് ആക്സിൽ വരുന്ന വാല്യൂ ഏതാണോ അതാണ് നമ്മൾ മീഡിയൻ ആയിട്ട് പറഞ്ഞിരുന്നത്. അതേപോലെ ലെസ് ഒജീവ് മാത്രം വരച്ചിട്ടും എങ്ങനെയാണ് മീഡിയൻ കാണുന്നത് എന്നുള്ളത് പറഞ്ഞിരുന്നു. വൈ ആക്സിൽ നിന്ന് ഒജീവിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കും. എന്നിട്ട് അത് താഴേക്ക് എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുമ്പോൾ ആ കിട്ടുന്ന പോയിൻ്റ് അതായിരുന്നു മീഡിയൻ ആയിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി അതേപോലെ തന്നെയാണ് നമ്മൾ ക്വാർട്ടൈൽസിനെ എന്ത് ചെയ്യുന്നത്? ഗ്രാഫിക്കലി ഡിറ്റർമിൻ ചെയ്യുന്നത് കേട്ടോ. സോ ക്വാർട്ടൈൽസ് ക്യാൻ ബി ഡിറ്റർമിൻ ഗ്രാഫിക്കലി ബൈ ഡ്രോയിങ് ദി ഒജീവ്സ് ഓഫ് ദി ഗിവൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സോ ഡ്രോ ദി ലെസ് ദാൻ ഒജീവ് ഓഫ് ദി ഗിവൺ ഡാറ്റ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയുടെ ലെസ് ദാൻ ഒജീവ് വരക്കാം. ഓക്കെ, അപ്പോൾ ഓൺ ദി വൈ ആക്സിൽ എന്താ കൊടുക്കുന്നത്? n/4, n/2 ആൻഡ് 3n/4 എന്ന് കൊടുക്കും. അറ്റ് ദീസ് പോയിൻറ്റ്സ്
Draw a perpendicular to the y-axis and extend it to meet the ogive. അതായത് നമ്മൾ n/4, n/2, 3n/4 എന്നുള്ളത് കൊടുക്കും. എന്നിട്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ ലെസ് ദാൻ ഒജീവിലേക്ക് ഒരു ലൈൻ വരയ്ക്കും, പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. അത് കിട്ടിയിരുന്ന ഒരു കൂട്ടിമുട്ടുന്ന ബിന്ദു ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് താഴേക്ക് എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കും. ഓക്കെ, so from the points of intersection, draw perpendiculars to the x-axis. The point corresponding to the CF n/4 is Q1, അതായത് Q1 and Q2, Q3 എന്നുള്ളത് നമുക്ക് n/4 കറസ്പോണ്ടിങ് ആയിട്ട് Q1 കിട്ടും, n/2 കറസ്പോണ്ടിങ് ആയിട്ട് Q2, 3n/4 കറസ്പോണ്ടിങ് ആയിട്ട് Q3 എന്നുള്ള വാല്യൂസ് കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലി ഡിറ്റർമിൻ ചെയ്യുന്നത്, ക്വാർട്ടൈൽസിനെ ഗ്രാഫിക്കലി ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ പാർട്ടീഷൻ വാല്യൂസിൽ വരുന്ന കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാർട്ടീഷൻ വാല്യൂസിൽ വരുന്നത് ഏതൊക്കെയാണ്? ക്വാർട്ടൈൽസ്, ഡീസെയിൽസ്, പെർസെൻറ്റൈൽസ് അല്ല, എല്ലാത്തിൻ്റെ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഡിവിജ്വൽ സീരീസിൻ്റെ കേസിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതേപോലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഇക്വേഷൻസൊക്കെ തറവായിട്ട് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.